മഞ്ഞുതുള്ളികളിൽ നിന്നും ഉയർന്നു വരുന്ന സൂര്യന്റെ ആദ്യ കിരണം പതിയുന്ന കാര്യംകോട് പുഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ അതിർത്തി നിർണയിച്ചൊഴുകുന്ന ഈ പുഴയെ നാട്ടുകാർ തേജസ്വിനി എന്നും വിളിക്കുന്നു. കർണാടകത്തിലെ കൂർഗ് വനത്തിനുള്ളിലെ മലനിരകളിൽ നിന്നാണ് ഇതിന്റെ ജനനം. മലകളുടെ നെഞ്ചിൽ നിന്നും ചാടിയിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളെപ്പോലെ അതിന്റെ യാത്രയും ആവേശഭരിതം. വഴിയിലുടനീളം പുളിങ്ങോ, ചെറുപുഴ, കാക്കടവ്, അണ്ടോൾ, കയ്യൂർ എന്നീ പട്ടണങ്ങളെ ചുംബിച്ച് കടന്നുപോകുന്ന പുഴ ഒടുവിൽ അറബിക്കടലിൽ ചേരും. കടലിൽ പതിക്കുന്നതിനു മുൻപ് നീലേശ്വരം പുഴയും ഇതോടൊപ്പം ചേർന്ന് ഒഴുകുന്നു. കരയിൽ നിന്നാൽ പശ്ചിമഘട്ടത്തിലൂടെ മലനിരകൾ ദൂരെ പതിയുന്നത് കാണും. ചരിത്രത്തിന്റെ കഥകളുമായി മുനയം കുന്ന് നിലകൊള്ളുന്നു. ഒരു കാലത്ത് വാഹനങ്ങൾ കടന്നു പോയിരുന്ന ചെറുപുഴയിലെ ആറാട്ടുകടവിന്റെ പുഴയിലൂടെയുള്ള പാത ഇന്ന് പുതിയ പാലത്തിന്റെ ശക്തമായ രൂപത്തിൽ ഉയർന്നു നിൽക്കുന്നു. കാലവും കാലഘട്ടവും മാറിയെങ്കിലും പുഴയുടെ സൗന്ദര്യം ഒരു നിമിഷവും നഷ്ടപ്പെട്ടിട്ടില്ല. പുഴയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദങ്ങൾക്കിടയിൽ ആവുള്ളാൻ കഴിയും. കൃഷിസ്ഥലങ്ങളുടെ പച്ചപ്പും മരങ്ങളുടെ തണലും എല്ലാം ചേർന്ന് ഒരു ജീവിക്കുന്ന കഥ പോലെ കണ്ണിന് മുന്നിൽ വിരിയുന്നു. മലയോരത്തിന്റെ ഹൃദയമായി ചെറുപുഴ ടൗൺ പുഴയുടെ ഒഴുക്കിനൊപ്പം തന്നെ തന്റെ സൗന്ദര്യവും പങ്കിടുന്നു. ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്ന ചെറുപുഴയിലെ പഴയ കമ്പിപ്പാലത്തിന്റെ അരികിൽ നിന്ന് പുഴയുടെ ശ്വാസം തന്നെ കേൾക്കാം. സമീപത്തെ പുതിയ ചെക്ക് ഡാം ചെറുപുഴയും ഈസ്റ്റ് എളേരി പഞ്ചായത്തുകളും അനുഭവിക്കുന്ന ജലക്ഷാമത്തിനൊരു ആശ്വാസമാണ്.
കാര്യംകോട് പുഴ വെറും ജലധാരയല്ല, അത് മലകളും കാടുകളും മനുഷ്യരും സംസ്കാരവും ചരിത്രവും ചേർന്നൊരു ജീവചരിത്രം തന്നെയാണ്. മലയോര ജനതയുടെ സൗഭാഗ്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി 1ാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷ ലോട്ടറി ഏജൻസീസ്, മെയിൻ റോഡ് കരുവഞ്ചാൽ, സെൻട്രൽ ബസാർ ആലക്കോട്, ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം, ബസ് സ്റ്റാൻഡ് ചെറുപുഴ. സൗഭാഗ്യത്തിന്റെ പൊൻസ്പർശം.